എല്ലാ മതങ്ങളെയും കീറി മുറിച്ച് പഠിക്കുന്ന മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഖുർആൻ 2-ാമത്തെ സൂറത്ത് 30-ാമത്തെ ആയത്ത്. നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. അവർ പറഞ്ഞു, അവിടുന്ന് അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചൊരിയുകയും ചെയ്യുന്നവരെ നിയോഗിക്കുമോ? ഇനിയുള്ളതാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു. നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പടച്ചോന് എല്ലാ കാര്യത്തിനെ കുറിച്ചും ഈ ലോകത്ത് ഒരു മുട്ടുസൂചി വീണ് കഴിഞ്ഞാൽ അറിയാവുന്നതിന്റെ അർത്ഥം. ഓക്കെ ഒരു സെക്കൻഡ്, ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അള്ളാഹു പറഞ്ഞത് ഞാൻ അറിയുന്നു, പക്ഷേ ചേട്ടൻ കേട്ടത് ഞാൻ നിർബന്ധിക്കുന്നു എന്നാണ്. അള്ളാഹു അറിയുന്നു എന്നതും അള്ളാഹു ചെയ്യിപ്പിക്കുന്നു എന്നതും രണ്ടും രണ്ടാണ്. ഈ രണ്ട് കാര്യവും ഒന്നാക്കിയിട്ടാണ് ചേട്ടൻ ഇവിടെ മുഴുവൻ വാദവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് ഫ്രീ വിൽ ഉണ്ടോ? അതായത് പടച്ചോൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചേക്കും. അങ്ങനെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് ഞാൻ എടുക്കുന്നു, എന്നിട്ട് ഞാൻ അത് വെക്കുന്നു. ഇത് ഓൾറെഡി പടച്ചോൻ തീരുമാനിച്ച കാര്യം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ആര്? നിങ്ങളല്ലേ? ഈ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ് മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടെന്ന്. ഫ്രീ വിൽ ഇല്ലെന്ന് പറയാൻ പോലും ഫ്രീ വില്ല് ഉപയോഗിക്കുകയാണ്. പിന്നെ ഗ്ലാസ് എടുത്തത് അത് ആരാണ്? നിങ്ങളാണോ അതോ അള്ളാഹു ആണോ? അള്ളാഹു അറിഞ്ഞിരുന്നു, പക്ഷേ ഗ്ലാസ് എടുത്തത് നിങ്ങളാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ വ്യത്യാസം. പടച്ചോൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതേ പടച്ചോനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ. അതെ, അറിയാം. പക്ഷേ അറിയാമെന്നത് അംഗീകരിക്കുന്നു എന്നല്ല, അറിയാമെന്നത് ചെയ്യിപ്പിക്കുന്നു എന്നുമല്ല. ഒരു കൊലപാതകം നടക്കുമെന്ന് പോലീസിന് വിവരം കിട്ടിയാൽ കൊലപാതകം ചെയ്തത് പോലീസാണോ? അല്ലല്ലോ. കുറ്റം ചെയ്തത് കുറ്റവാളിയാണ്. അറിഞ്ഞത് വേറെ, ചെയ്തത് വേറെ. അവിടെയും അത് തന്നെ. ബാക്കി പറ. ഫ്രീ വിൽ ഇല്ല നമുക്ക്. സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി നമുക്കില്ല. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പടച്ചോന്റെ പ്ലാൻ പ്രകാരം. പടച്ചോൻ പ്ലാൻ ചെയ്ത തെറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ എന്തിനാണ് വീണ്ടും നരകത്തിലിട്ട് ഇതേ പടച്ചോൻ തന്നെ ശിക്ഷിക്കുന്നത്? കാരണം തീരുമാനമെടുത്തത് നിങ്ങളാണ്. ഖുർആൻ പറയുന്നത് മനുഷ്യൻ റോബോട്ടാണ് എന്നല്ല, മറിച്ച് ഫമൻ ഷാ അഫൽ യുക്മിൻ വമൻ ഷാ അഫൽ യക്ഫുർ. വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ബാക്കി പറ. നിങ്ങൾ വലിയ PhD ലെവലിലുള്ള ചിന്താശേഷി ഒന്നും വേണ്ട. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ലോജിക്ക് മതി. 10 വയസ്സുള്ള കുട്ടിയുടെ ലോജിക്ക്. ഗൈസ്, ഇത് ഹോളി ബുൾഷിറ്റ് ആണ്. അതേ ചേട്ടാ, 5ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചാലും അവൻ പറയും അറിയുന്ന ആളും ചെയ്യുന്ന ആളും രണ്ടുപേരാണെന്ന്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് ഖുർആൻ പറഞ്ഞത് അള്ളാഹു അറിയും എന്നാണ്. പക്ഷേ ചേട്ടൻ അത് മാറ്റി നിർബന്ധിക്കുന്നു എന്നാക്കി. പിന്നെ ആ മാറ്റിയ വാദത്തിനെതിരെ തർക്കിച്ചു. ഇത് തേങ്ങ കൈ പിടിച്ചിട്ട് ഈ മാങ്ങക്ക് രുചിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നത് പോലെയാണ്. പ്രശ്നം മാങ്ങയിലല്ല, കയ്യിലുള്ളത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതുപോലെ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഖുർആൻ പറയാത്ത കാര്യത്തെ ഖുർആനിൽ കയറ്റി വെച്ച് അതിനെതിരെ തർക്കിച്ചാൽ ഖുർആനെ ഖണ്ഡിച്ചതാകില്ല, സ്വന്തം തെറ്റിദ്ധാരണയോട് തർക്കിച്ചതെന്നേ പറയാൻ കഴിയൂ. ചിന്തിപ്പിക്കാൻ വന്ന ചേട്ടൻ അവസാനം ചിരിപ്പിച്ചിട്ട് പോയി.